The baby is unresponsive in front of you. Start. See safety നോക്കുന്നില്ല അല്ലേ? See safety. Then check the response. Baby. അപ്പോൾ തന്നെ baby വരുമോ? നന്നായിട്ട് check baby. Are you okay? Very good. Baby നെ തന്നെ തുറപ്പിക്കാനല്ലേ പറഞ്ഞത്? കാല് പൊക്കി കാല് കടിക്കുക. Baby കരഞ്ഞോ? Baby കരഞ്ഞോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? Very good. അടുത്ത സ്റ്റെപ്പ് എന്താ? Check the pulse and breath together. നിങ്ങളുടെ കണ്ണവിടെ വേണം. Chest rise. നോക്കിക്കേ. 1001, 1002, 1003, 1004, 1005. Okay, pulse ഉണ്ടോ? 29. Start CPR. Support the baby head. Support the baby head. Two finger വെച്ച് two finger എവിടെ വെക്കുന്നത്? Just below the nipple line. On the center. Baby head ലെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എടുത്ത് പിടിക്കാറല്ല. Like this you need to support. ഇതാണ് ഇഷ്ടം. Okay, start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. Again 1001, 1002, 1003. Another breath. Again 1001, 1002, 1003. Another breath. ഇങ്ങനെ ഇന്റിമേറ്റ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ലൈക്ക് ദിസ്. മനസ്സിലായോ? ബട്ട് 2 മിനിറ്റ്സിൽ പിന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം പൾസും ബ്രെത്തും. പൾസ് ഇല്ല എങ്കിൽ 60 താഴെയാണെങ്കിൽ കണ്ടിന്യൂ CPR. മനസ്സിലായോ? 60 മേലെയാണെങ്കിൽ CPR വേണ്ട. ഇത് മാത്രം മതി. റെസ്ക്യൂ ബ്രെത്ത് അണ്ടിൽ ഇന്റിബേഷൻ. ഇപ്രകാരം ഒരു അടിയന്തര ഘട്ടത്തിന്റെ തുടക്കത്തിലും പ്രൊഫഷണൽ മെഡിക്കൽ സഹായത്തിന്റെ വരവിനും ഇടയിലുള്ള ഒരു പാലമായിട്ട് BLS പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല BLS ടെക്നിക്കുകൾ താരതമ്യേന ലളിതവും ആർക്കും പഠിക്കാവുന്നതുമാണ്. അടിസ്ഥാന പരിശീലനം പോലും വ്യക്തികളെ അത്യാഹിതങ്ങൾ തിരിച്ചറിയുന്നതിനും ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ള ഇടപെടലുകൾ നടത്തുന്നതിനുമുള്ള കഴിവുള്ളവരാക്കി മാറ്റാറുണ്ട്. മനസ്സിലായോ? This is the universal sign of choking. മനസ്സിലായോ? ആരെ വിളിക്കണം? ഈശോയെ ഈശോ വാ. ഞാൻ ഒരു കേസ് വെച്ചിട്ടില്ലേ തിരിച്ചിറങ്ങിയപ്പോൾ ഇങ്ങനെ തൊണ്ടയിൽ കൈ പിടിച്ചിങ്ങനെ തിരിച്ചുകൊണ്ടാണ് നിൽക്കുക ആള്. എങ്ങനെ ആയിരിക്കും? ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ട് വരിക അല്ലേ? ഞാൻ അന്നേരം കണ്ടു ഈ കുറച്ച് ചോക്കായിട്ട് എനിക്ക് തോന്നി ചോക്കിക്കാൻ തോന്നി. എങ്കിലും ഞാൻ എനിക്ക് ചോദിക്കണം, ആർ യു ചോക്കിങ്? സംസാരിക്കോ? അപ്പൊ എങ്ങനെയുണ്ട് എന്നോട്? എങ്ങനെ കാണിക്കേണ്ടത് അല്ലേ? നീ തലടി കാണിച്ചില്ലേ? അപ്പൊ ഞാൻ മനസ്സിലാക്കി ഷീ ഈസ് ചോക്കിങ്. ഞാൻ എന്ത് ചെയ്യും ഈ വ്യക്തിയോട്? എന്ത് പറയണം? നിന്റെ സമയം ആഗതമായിരിക്കുന്നു, നീ പോകാൻ ടൈം ആയിരിക്കുന്നു, അങ്ങനെയാണോ ഞാൻ പറയണ്ടേ? അല്ല, ഞാൻ ആ വ്യക്തി എന്ത് ചെയ്യണം? പാനിക് ആക്കരുത്. മനസ്സിലായോ? ഞാൻ എന്റെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? പേടിക്കേണ്ട, നമുക്ക് ഇപ്പൊ ശരിയാക്കാം. പേടിക്കാതിരിക്കും, സമാധാനമായിട്ട് ഇരിക്കും അല്ലേ? എന്നിട്ട് ആ വ്യക്തിയോട് പറയണം കാല് അകത്തി വെക്കാൻ പറയണം. കാല് വെച്ച് റെസ്ക്യൂറിന്റെ ലെഗ് നടുക്ക് വെക്കും. മനസ്സിലായോ? റെസ്ക്യൂർ നടുക്ക് ലെഗ് വെക്കും. എന്നിട്ട് ഞാൻ ഒരു ഫിസ്റ്റ് മേക്ക് ചെയ്യും. ഒരു ഫിസ്റ്റ് മേക്ക് ചെയ്ത് എല്ലാവരും മേക്ക് ചെയ്യും. ഫിസ്റ്റ് ഓക്കെ. തമ്മിന്റെ ബാക്ക് സൈഡ് കണ്ടോ? തമ്മിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചേ. ഏതാ ഭാഗം? അത് ഈ ഭാഗം, മൂക്കിരിക്കുന്ന ഭാഗം. മനസ്സിലായോ? അത് locate the navel just above the navel place ചെയ്യണം. Below the breastbone. അടുത്ത ഹാൻഡ് കൊണ്ട് ഓവർലാപ്പ് ചെയ്യണം. മനസ്സിലായോ? Then strongly push inward upward.
ഉച്ചയ്ക്ക് കഴിച്ചൊക്കെ വെളിയിൽ ക്ലിയർ ആയോ? എങ്ങനെ ചെയ്യുന്നത്? എത്ര നേരം ചെയ്യണം? സ്ട്രോങ്ലി പുഷ് ഇൻവേർഡ് അപ്വേർഡ്. അത് വെളിയിൽ വരുന്നതിന് വരെ, അല്ലെങ്കിൽ അയാള് അൺറെസ്പോൺസീവ് ആകുന്നതിന് വരെ. മനസ്സിലായോ? ബാക്കി പോയിക്ക് അവരോട് എന്ത് പറയണം? ഇന്നലെ പറഞ്ഞു. അവരോട് എന്ത് പറയണം? പേടിക്കണം. ആദ്യം എന്ത് പോയി ചോദിക്കണം? ആദ്യം എസ് എന്ന് പറഞ്ഞ ഏത് വ്യക്തിയാണ് ആദ്യത്? ഓക്കെ, ആരും ടോപ്പിംഗ്. ഇനി ചെയ്യണപ്പോ നിങ്ങള് എന്തോ എന്ത് ചെയ്യണം? വേറെ അവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അവരോട് എന്ത് പറയണം? പറഞ്ഞ നിങ്ങൾ പറഞ്ഞേ. ഓക്കെ, നിങ്ങളുടെ ലെഗ് നടുക്ക് വെച്ച് എന്ത് ചെയ്യണം? Okay, locking the navel just above the navel, placing it. Locking the navel just above the navel, placing it. At the hand, you want to overlap it. Strongly push inward upward. Clear ayo? Get the navel strongly push inward upward. More than okay, more than okay, അല്ലെങ്കിൽ വെളി ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ ടെക്നിക്കിനെ പറയുന്ന പേരാണ് അബ്ഡോമിനൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഹെൽമിഷ് മാനുവർ. മനസ്സിലായോ? അപ്പൊ ഹെൽമിഷ് മാനുവർ അല്ലെങ്കിൽ അബ്ഡോമിനൽ ത്രസ്റ്റ്. ഓക്കെ ആണോ? ഇനി പ്രഗ്നന്റ് വുമണ്ണോ അല്ലെങ്കിൽ വണ്ണോ ഉള്ള വ്യക്തിക്കോ ഇത് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഭയങ്കര വണ്ണോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണ്, ഇത് ചെയ്യാൻ പറ്റുമോ? വയറില് ഇല്ല. അവർക്ക് ചെയ്യുന്ന ടെക്നിക്കാണ് ചെസ്റ്റ് ത്രസ്റ്റ്. ഇതിനായിട്ട് ചെസ്റ്റ് ത്രസ്റ്റ് ചെയ്തേ വണ്ണുള്ള ഒരു വ്യക്തി വന്നേ ചേച്ചി ചേച്ചി കുഞ്ഞോ ചേച്ചിക്കറിയാൻ വണ്ണമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ഉള്ളതിൽ ഇച്ചിരി വണ്ണമുള്ള ചേച്ചിക്കാം. ഓക്കെ, ചേച്ചി ചോക്കായിട്ട് നിൽക്കുകയാണ്. വലിയ വണ്ണമൊന്നും കാണിക്കാനില്ല, വലിയ വണ്ണമൊന്നും ഇല്ല. ഓക്കെ, ഞാൻ നോക്കിയപ്പോ ചേച്ചിക്ക് എനിക്ക് വയറൊട്ടുന്നില്ല. ഓക്കെ, എനിക്ക് ചെയ്യാൻ വരുള്ളൂ ചെസ്റ്റ് ത്രസ്റ്റ്. അപ്പൊ ഞാൻ നോക്കിയോ കാലകത്ത് വെക്കാൻ പറയും. സെയിം ടെക്നിക്, കാലകത്ത് വെച്ച് അടുത്ത ലെഗ് സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഞാൻ കാലത്തിന് ഇടയ്ക്ക് വെക്കുന്നേ. ഇയാള് ഏത് നിമിഷവും അൺറെസ്പോൺസീവ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ശ്വാസം എല്ലാം നിൽക്കുക അല്ലെ. അപ്പൊ എപ്പോ വേണമെങ്കിലും അൺറെസ്പോൺസീവ് വരും. അന്നേരം വീണ് കഴിഞ്ഞാൽ നോക്കും എന്റെ ലെഗ് സപ്പോർട്ട് ഉണ്ട്. തലയടിച്ച് വീഴുവോ എന്റെ ഷോൾഡർ സപ്പോർട്ട് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയോട് പറയുന്നത് എന്ത് പറയുന്നേ, കാലകത്തി വെക്കാൻ. മനസ്സിലായോ? ഞാൻ വെച്ചു. എന്ത് ചെയ്യണം? ഒരു ഫിസ്റ്റ് റെഡി ആക്കണം. ഇനി അബ്ഡോമിന്റെ അങ്ങോട്ട് പോവാതെ ചെസ്റ്റിന്റെ അങ്ങോട്ട് പോകണം. മനസ്സിലായോ? അടുത്ത ഹാൻഡോട് ഓവർലാപ്പ് ചെയ്യണം. Then strongly push inward upward. Thank you. Clear ആയോ? എത്ര നേരം കണ്ടിന്യൂ ചെയ്യും? Inward upward. Unresponsive ആവുന്നവരെ വരെ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. Clear ആണോ? BLS അറിവ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ കൂടുതൽ ആളുകൾക്ക് അത്യാഹിത ഘട്ടങ്ങളിൽ വേണ്ട പ്രതികരണങ്ങൾ നടത്താനും ജീവൻ രക്ഷിക്കാനും കഴിയും. അതുമാത്രമല്ല BLS പരിശീലനം പലപ്പോഴും പല ജോലി സ്ഥലങ്ങളിലും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിർമ്മാണ സ്ഥലങ്ങൾ, മാളുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ, ഇവിടെയെല്ലാം ഇത്തരം അത്യാഹിതങ്ങൾ അഥവാ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവനക്കാർക്ക് BLS പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നത് ഇവിടെയെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ വിലപ്പെട്ട ജീവനുകൾ തിരിച്ചു പിടിക്കാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചോക്ക് ആവാൻ ചാൻസ് കൂടുതലുള്ള ഏജ് ആണ് ലെസ് ദാൻ 1 ഇയർ. മനസ്സിലായോ? ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചോക്കിംഗ് ആണ് ചാൻസ് കൂടുതലാണ്. കാരണം കുഞ്ഞുങ്ങൾ ഫുഡിലെടുക്കുന്ന സമയത്ത് തറയിൽ എന്ത് കണ്ടാലും കുഞ്ഞുങ്ങൾ എടുത്തിട്ട് വായിലെടുത്ത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണമെന്ന് പറയും. ഇവര് സാധാരണ കരയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കരയാതെ കണ്ണുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് അതിന്റെ അർത്ഥം കൊച്ചിന്റെ തൊടയിൽ എന്തോ പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അവർക്ക് ശരിക്കും ഇങ്ങനെ പിടിക്കാൻ അറിയാവോ? ഇല്ല. അമ്മയെ കരയാറിയോ? നമ്മളൊന്ന് വിളിക്കാൻ
ചെയ്യുന്ന അറിയോ? കൊണ്ടേ പോയി എന്നെ കുത്തി ചെയ്യും, അവര് കണ്ടു തള്ളി നിൽക്കും, അവർ ദേഹമൊക്കെ സൈനോസ് ആവാൻ തോന്നും. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഉള്ളിൽ എന്തോ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെയർ എടുത്തിട്ട് സമാധാനത്തിൽ കുഞ്ഞുമായിട്ട് ഇരിക്കുക. മനസ്സിലായോ? എന്നിട്ട് കുഞ്ഞിനെ തിരിച്ചു കിടക്കണം. എങ്ങനെ തിരിച്ചു കിടക്കുന്നേ? ഇങ്ങനെ. മനസ്സിലായോ? തിരിച്ചെടുക്കുന്ന വിധം കണ്ടോ? ഞാൻ എന്റെ ഒരു കയ്യില് കൊച്ചിനെ പിടിക്കുക. ഇനി കൊച്ചിന്റെ രണ്ട് ലെഗ് അപ്രോ ഇപ്രോ ആയിരിക്കാം. മനസ്സിലായോ? എന്നിട്ട് പതുക്കെ ഞാൻ കൊച്ചിനെ എന്റെ ലെഗിലോട്ട് കിടക്കുക. അപ്പൊ ലെഗ് സപ്പോർട്ടായി, എന്റെ കൈയും സപ്പോർട്ടായി. മനസ്സിലായോ? ഈ സമയത്ത് കൊച്ചിന്റെ വാത ഓപ്പൺ ആയിരിക്കും. മനസ്സിലായോ? ഹെഡ് മാക്സിമം ലോവർ എൻഡ് ആയിരിക്കും. ലോവർ എൻഡ് ആണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാല് മുന്നോട്ട് നീട്ടി വെക്കുന്ന അനുസരിച്ച് കുഞ്ഞിന്റെ ഹെഡ് ലോവർ എൻഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ? അപ്പൊ ഒന്നുകൂടെ പറ. കൊച്ചിനെ എങ്ങനെ കിടക്കുന്നത്? കൈയ്യിലാണ്. അപ്പുറം ലെഗ് മൗത്ത് ഓപ്പൺ. ഹെഡ് ലോവർ, കാല് മുന്നോട്ട് നീക്കുക. ക്ലിയർ ആയില്ലേ? ഇനി നല്ല വെയിറ്റുള്ള കൊച്ചാണ് എന്റെ ഒരു കൈക്കധികം നിൽക്കുവോ? നിങ്ങൾ തന്നെ പറ. സൈഡിൽ ഒരാൾ നിൽക്കുന്നത് വളരെ നല്ലത്, താഴെ പോവാതെ. ക്ലിയർ? എന്നിട്ട് ബിറ്റ്വീൻ ദ ഷോൾഡർ ബേസ് എന്ന് പറഞ്ഞാൽ തോളലിന്റെ മധ്യഭാഗം. നിങ്ങളുടെ തോളലിൽ കാണിച്ചു. അതെ, മനസ്സിലായോ? അല്ലാതെ സ്പൈൻ അടിച്ച് പൊടിച്ചേക്കരുത്. നമ്മൾ എവിടെ അടിക്കാനാ പറഞ്ഞേ? ഷോൾഡർ ബ്ലേഡ്സിന്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ ആയിട്ട് 5 ബാക്ക് സ്ലാപ്സ് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ഇങ്ങനെ അടിച്ചാൽ സ്പൈനിലോട്ട് അടിക്കണം. നമ്മൾ എങ്ങനെ അടിക്കണം? തെന്നി അടിക്കണം. മനസ്സിലായി? എങ്ങനെ അടിക്കണം? 1 2 3 4 5. ക്ലിയർ? 5 ബാക്ക് സ്ലാപ്സ്. ഇത് കൊടുക്കണം. 5 ചെസ്റ്റ് ത്രസ്റ്റ്. അപ്പോൾ ചെസ്റ്റ് ത്രസ്റ്റ് വേണമെങ്കിൽ തിരിച്ചു കിടക്കണം അല്ലേ? ബേബിയുടെ തല സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു കിടക്കണം. മനസ്സിലായോ? കാല് മുന്നോട്ട് വെക്കണം. കാല് മുന്നോട്ട് വെക്കും. എന്നിട്ട് 5 ചെസ്റ്റ് ത്രസ്റ്റ്. എങ്ങനെ എടുക്കുന്നത്? സീക്വർ എടുക്കാൻ പഠിച്ചില്ലേ? അങ്ങനെ 1 2 3 4 5. 5 ചെസ്റ്റ് ത്രസ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? 5 ബാക്ക് സ്ലാപ്പ്. മൗത്ത് ഓപ്പൺ ആക്കി തിരിച്ചു കിടക്കണം. കാല് മുന്നോട്ട് വെക്കും. ഹെഡ് ലോവർ ഉണ്ടാവും. എന്നിട്ട് 1 2 3 4 5. ക്ലിയർ? എഗെയിൻ ഞാൻ തല സപ്പോർട്ട് ചെയ്യും, തിരിച്ചു കിടക്കും. കാല് മുന്നോട്ട് വെക്കും. 5 ചെസ്റ്റ് ത്രസ്റ്റ്. 1 2 3 4 5. എഗെയിൻ ഞാൻ ഇത് വെക്കും, തിരിച്ചു കിടക്കും. 1. ഇനി എത്ര നേരം ഇത് ചെയ്തുകൊണ്ടിരിക്കും? ഈ സാധനം വെളിയിൽ വരുന്നത് വരെ, അല്ലെങ്കിൽ കുഞ്ഞ് അൺറെസ്പോൺസീവ് ആകുന്നത് വരെ. അൺറെസ്പോൺസീവ് ആയി പോയാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? CPR. എന്താണ് സ്പെഷ്യൽ മോഡിഫിക്കേഷൻ? After the decompression, open the airway, look for the obstructing object. Clear ആയോ? Yes. ഈ ടെക്നിക്കിന് പറഞ്ഞ പേരെന്താ? റെസ്പോൺസീവ് ചൈൽഡിന് കൊടുക്കുന്ന ഇൻഫന്റിന് കൊടുക്കുന്ന ടെക്നിക്കിന് പറഞ്ഞ പേരെന്താ? 5 ബാക്ക് സ്ലാപ്പ്, 5 ചെസ്റ്റ് ത്രസ്റ്റ്. പറഞ്ഞേ, and 5 ചെസ്റ്റ് ത്രസ്റ്റ്. പ്രാക്ടീസ് ചെയ്തേ. Cardiac-edu നൽകുന്ന കോഴ്സുകളുടെ ഫീസും കാര്യങ്ങളും വിശദമായി തന്നെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. Cardiac-eduവിന്റെ സൈറ്റ് അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ ഈ പ്രോഗ്രാം നിങ്ങളുടെ ഹോസ്പിറ്റലിലോ സ്ഥാപനത്തിലോ ജിമ്മിലോ റെസിഡൻസ് അസോസിയേഷനിലോ യോഗ സ്റ്റുഡിയോയിലോ മറ്റോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ Cardiac-edu ടീമിനെ ബന്ധപ്പെടാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നൽകാം. ഇത്തരമൊരു ക്ലാസ്സിനായി നിങ്ങൾ Cardiac-eduവിനെ ബന്ധപ്പെടുമ്പോൾ ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ് 777 എന്ന കോഡ് കൂടി ഉപയോഗിച്ചാൽ ആകർഷകമായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെ? ഒരു കോഡ് കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. അടുത്ത റെസിഡൻസ് അസോസിയേഷൻ ആനിവേഴ്സറിക്കോ കോളേജ് കോൺവെക്കേഷൻ വർക്ക്ഷോപ്പിനോ മറ്റ് പ്രോഗ്രാം ചാർട്ടിങ്ങുകളിലേക്കോ Cardiac-eduവിനെ വിളിക്കുകയല്ലേ? അതെങ്ങനെയാ ഡോക്ടറെ, ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണ്ടേ എന്നാകും പലരുടെയും ചോദ്യം. അതിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഇവരുടെ ഫാക്കൽറ്റി അത്രയും എൻഗേജിങ് ആൻഡ് എന്റർടൈനിങ് ആണ്. ക്ലാസ്സുകൾ നിങ്ങൾ തന്നെ കുറെയൊക്കെ കണ്ടതാണ്. ഒട്ടും ബോർ അടിപ്പിക്കാതെ ലാഗ് അടിപ്പിക്കാതെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുമെന്ന് തീർച്ച. തിയറി ക്ലാസ്സുകൾ ചെയ്യുന്നതിനേക്കാൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ തന്നെയാണ് ഒരാളുടെ മികവ് തെളിയുന്നത്. അതിനുവേണ്ട എല്ലാ അവസരങ്ങളും ഇവർ ഒരുക്കുന്നുണ്ട്. ക്ലാസ്സിൽ ഉറക്കത്തില്ല, ഞാൻ ഗ്യാരണ്ടി. ഒരു ബീഡി വിലപ്പെട്ട അറിവുകളുമായിട്ടായിരിക്കും ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പഠിച്ചത് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഒരു മോക്ക് എക്സാം കൂടി നടത്തിയാണ് ക്ലാസ് അവസാനിപ്പിക്കുന്നത്. സോ എന്തിനു താമസിപ്പിക്കണം അല്ലേ? ഫോൺ എടുക്കുക, വിളിക്കുക Cardiac-eduവിനെ. നമ്മുടെ കോഡ് കൂടി പറഞ്ഞേക്കുക. എന്താ? ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ് 777. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും